ഹായ് ഫ്രണ്ട്സ്, തുണി രണ്ടായി മടക്കിയതിന് ശേഷം നമുക്ക് നെക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബാക്ക് നെക്കാണ് മാർക്കിംഗ് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചും ലെങ്ത്ത് 8 ഇഞ്ചും എടുത്തുകൊണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇവിടെ റൗണ്ട് നെക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കർവ് ചെയ്തു. ഷോൾഡർ 6 ഇഞ്ച് എടുത്തു. ആം ഹോൾ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വരച്ചു കൊടുക്കാം. മുകൾ ഭാഗത്ത് 3/4 ഇഞ്ചും ചെസ്റ്റ് റൗണ്ട് 10.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അത് മാർക്കിംഗ് ചെയ്തു. ഫ്രഞ്ച് കേവ് ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ലെങ്ത്ത് 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 15-ൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാർക്കിംഗ് ചെയ്തു. ഇനി സീം അലവൻസിന് വേണ്ടി 1.5 ഇഞ്ചാണ് ഇവിടെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നത്. താഴെ വേസ്റ്റ് റൗണ്ട് 9 ഇഞ്ച് മാർക്കിംഗ് ചെയ്ത് സീം അലവൻസിന് വേണ്ടി 1.5 ഇഞ്ച് മാർക്കിംഗ് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ബാക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിന് വേണ്ടി വീണ്ടും തുണി രണ്ടായി മടക്കി ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് മാർക്കിംഗ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ലെങ്ത്ത് 14 ഇഞ്ച് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ 14 ഇഞ്ച് മാർക്കിംഗ് ചെയ്ത് ഇതുപോലെ വരയ്ക്കുക. ഇത്രയും ലെങ്ത്താണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കേണ്ടത്. ഫ്രണ്ട് നെക്കിന് വേണ്ടി 6 ഇഞ്ചാണ് ഇവിടെ മാർക്കിംഗ് ചെയ്ത് കൊടുത്തത്. അതൊന്ന് റൗണ്ട് ഷേപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ ആം ഹോള് ചെറുതായിട്ട് 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ കുഴിച്ചൊന്ന് മാർക്കിംഗ് ചെയ്തെടുത്തു. ഇനി ടക്ക് പോയിൻ്റ് 11.5 ഇഞ്ചാണ് ഇവിടെ മാർക്കിംഗ് ചെയ്യുന്നത്. സൈഡിൽ നിന്ന് 4 ഇഞ്ച് മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. ഇനി സൈഡിലെ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തു. 3/4 ഇഞ്ച് അവിടെ മാർക്കിംഗ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഈ താഴെ ഭാഗത്ത് 1.5 ഇഞ്ച് 1.5 ഇഞ്ച് രണ്ട് സൈഡിലും മാർക്കിംഗ് ചെയ്ത് ടോട്ടൽ 3 ഇഞ്ച് വരത്തക്ക വിധം ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. മുകൾ ഭാഗത്തേക്ക് 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടുകൊണ്ട് ഒന്ന് വരച്ചു കൊടുത്തു. സൈഡിലേക്കും 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടുകൊണ്ട് ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുത്തു. ഇനി സെൻറ്റർ പോയിൻ്റ്, അതായത് എക്സ്ട്രാ 3 ഇഞ്ച് ആഡ് ചെയ്ത് വെച്ച് വേണം നമ്മൾ അത് മാർക്കിംഗ് ചെയ്യുവാനായിട്ട്. ബാക്ക് പാർട്ടിനേക്കാളും 3 ഇഞ്ച് എക്സ്ട്രാ വെച്ച് മാർക്കിംഗ് ചെയ്ത് ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുത്തു. ഈ മുകൾ ഭാഗത്ത് ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ മാർക്കിംഗ് ചെയ്തിട്ടാണ് ചരിച്ച് വരച്ചു കൊടുത്തത്. എന്നിട്ട് ആ ഭാഗത്ത് 1/2 ഇഞ്ച് മുകളിലോട്ടൊന്ന് മാർക്കിംഗ് ചെയ്തു. ഇവിടെ ഇതിൻ്റെ പകുതി ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 3 പോയിൻ്റ് വരച്ചിട്ടില്ലേ, ആ വരച്ച ഭാഗത്തേക്കൊന്ന് മാർക്കിംഗ് ചെയ്ത് ഷേപ്പിംഗ് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടി. ഫ്രണ്ട് പാർട്ട് ടക്കൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പട്ട നമുക്ക് മാർക്ക് എത്ര വേണം എന്ന് നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നത്. അതിന് ശേഷമാണ്